അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും രാഷ്ട്രീയം ഇന്ന് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജാതിരഹിതമായ തുല്യനീതിയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അംബേദ്കർ മുന്നോട്ട് വന്നത്. മഹാത്മാഗാന്ധിയും അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത്. ഈ ആശയം ഇന്ന് പ്രായോഗിക തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതുകൊണ്ടാണ് ദില്ലിയിൽ മഹാത്മജി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുപാധിയായി സാമൂഹ്യ നീതി വേണം എന്ന അഭിപ്രായം മഹാത്മജിക്കുണ്ടായിരുന്നു. ആ സാമൂഹ്യ നീതിക്ക് തടസ്സമാകുന്നത് ജാതിയാണ്. അതുകൊണ്ട് അദ്ദേഹം സംഘത്തിൻ്റെ ക്യാമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഇതിലെത്ര ഹരിജനുണ്ട്? അവിടെ ആരും കൈപൊക്കിയില്ല. കാരണം അവരവിടെ ഹരിജനായിട്ടല്ല അറിയപ്പെടുന്നത്. ഹരിജൻ എന്നോ നമ്പൂതിരി എന്നോ താഴ്ന്നവനെന്നോ മേലാളെന്നോ ഉള്ള വേർതിരിവുകൾ താൻ അറിയാതെ തന്നെ അസ്തമിക്കുന്ന ഒരു സാമൂഹ്യ എക്കോസിസ്റ്റം. അണ്ണോ മതി മതി, തള്ളി മറിച്ചതൊക്കെ മതി അണ്ണോ. എന്തൊരു വഴിയില്ലേ വല്ലാത്തൊരു വഴിയിലാണോ. ഇതൊക്കെ കൊണ്ടായിരിക്കണം പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ രാഷ്ട്രപതിയെ അതിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാതെ അങ്ങ് ഉദ്ഘാടനം ചെയ്തത് അല്ലേ അണ്ണാ? എന്തൊരു മതേതര സ്നേഹം, അങ്ങ് ഒഴിയുക. ഇത് ഒലിപ്പിക്കാൻ വേണ്ടി നിൽക്കണതോ ജനമലൻ ടി വി. കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൊട്ടി 2 ടീംസും കൂടെ ഒന്നായാൽ ഇവന്മാരായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യന്മാരും ഡീസന്റ് പാർട്ടികളും. ബാക്കിയുള്ളവന്മാരൊക്കെ തീവ്രവാദികളാവും. അണ്ണനിപ്പോൾ അടിച്ച ഡയലോഗ് ഉണ്ടല്ലോ, അത് അണ്ടിമുക്ക് ശാഖയിലെ കുണ്ടന്മാരോട് പോയി അടിച്ചാൽ മതി, അവന്മാരിതിന് കൈയടിച്ചോളൂ. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ആ കുണ്ടന്മാരെ പോലെ കരുതരുത്. കാരണം ചോറ് നിന്ന് ജീവിക്കുന്നവന്മാരാ, ചാണകം നിന്ന് ജീവിക്കാത്ത ആൾക്കാരാ. അതുകൊണ്ട് അതും കൂടെ അണ്ണൻ മനസ്സിലാക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ്റെ പാരമ്പര്യം ഒന്ന് ചിന്തിക്കണം. ഷൂ നക്കിയ പാരമ്പര്യം മാപ്പപേക്ഷിച്ച പാരമ്പര്യമാണ്. അതൊക്കെ ആലോചിച്ചിട്ട് വേണം അണ്ണ ഇടയ്ക്കിടയ്ക്ക് അണ്ണ ഈ ഡയലോഗൊക്കെ അടിക്കാൻ.